ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ പാഠപുസ്തകമാണല്ലേ. പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ലൈഫിൽ പഠിക്കുന്നത് ഈ അനുഭവങ്ങളിലൂടെയാണ്. ചിലപ്പോഴൊക്കെ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും നേരത്തെ തന്നെ ഞാൻ ഈ തീരുമാനങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ എടുക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു തോന്നല് നമുക്ക് പലപ്പോഴും തോന്നുന്നത്. അതായത് ചെറുപ്പകാലത്തില് ശരിയെന്ന് കരുതി നമ്മൾ ചെയ്ത പല കാര്യങ്ങളും അല്ല മനസ്സിലാക്കി വെച്ചിരുന്ന പല കാര്യങ്ങളും പിന്നീട് തെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ നന്നായി ചെയ്യണമായിരുന്നു എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകാത്ത ഒരു മനുഷ്യരും ഈ ഭൂമിയിൽ ഇല്ല എന്ന് തന്നെ പറയാം. പ്രായമായിട്ട് വരുമ്പോൾ നമുക്ക് പല തിരിച്ചറിവുകൾ അല്ലെ ഇൻസൈറ്റുകൾ ലൈഫിൽ ഉണ്ടാവും. എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇൻസൈറ്റുകളാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ലൈഫിൽ തോന്നിയിട്ടുള്ള പല എക്സ്പീരിയൻസുകളുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ഈ ഒരു ഏജിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആർക്കും വേണ്ടിയും ഒന്നും ത്യജിക്കേണ്ട കാര്യമില്ല. പറയുമ്പോൾ ആദ്യം ഒരു അല്പം നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം നമ്മൾ ഇതുവരെയും കേട്ട് പഴകിയ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഒന്ന് ചീഞ്ഞാലേ ഒന്നിന് വളമാവൂ എന്നൊക്കെ നമ്മുടെ പഴയ ആളുകള് പറയുന്ന ഒരു ചിന്താഗതിയിൽ നിന്ന് അല്പം കോൺട്രവേഴ്സിയാണിത്. പക്ഷേ നമ്മൾക്ക് വേണ്ടിയും സമയം മാറ്റിവെക്കുക, നമ്മളുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടും അല്പം സമയം മാറ്റി വെച്ച് ഒരു സെൽഫ് ലവ് എന്നുള്ള ഒരു ആശയം അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനൂടെ പ്രാധാന്യം കൊടുത്താലേ ജീവിതത്തിൽ കൂടുതൽ അർത്ഥവും, അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു തോന്നൽ വരും, ഞാൻ എന്റെ ജീവിതം ഞാൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ഞാൻ എന്ന വ്യക്തിക്ക് ഒരു എക്സിസ്റ്റൻസ് ഇല്ലാതെ മാത്രമാണോ ഈ ജീവിക്കുന്നത് എന്നുള്ള ചിന്ത ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് തോന്നും. ഇത് പരമാവധി കുറയ്ക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളുടെ ഇഷ്ടങ്ങൾ, അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഹോബി ആയിരിക്കാം. നമുക്ക് ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണമെന്ന് ആഗ്രഹിച്ചു, അന്നത്തെ ഒരു സാഹചര്യം കൊണ്ട് നമുക്ക് സാധിക്കാത്ത ഒരു കാര്യം ഇപ്പോൾ നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ഒരു അല്പം സ്ട്രഗിൾ ചെയ്താലും എനിക്ക് ഇപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ നമ്മൾ രണ്ടും കൽപ്പിച്ച് അത് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ആ ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതിന്റെ ലെവൽ ഏറ്റവും പീക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷെ ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടണം എന്നല്ല, ചെയ്യേണ്ട കടമകളെല്ലാം ചെയ്യുക, അതോടൊപ്പം നമുക്ക് വേണ്ടിയും നമ്മൾ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളത് ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പാഠമാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച മറ്റൊരു പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത്, ആത്മാഭിമാനം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ഒരു വ്യക്തിക്ക് വേണ്ട കാര്യമാണ്. നമ്മളെ ഒരുപാട് അപമാനിക്കാനും അല്ലെങ്കിൽ പരിഹസിക്കാനും ഒക്കെ മറ്റുള്ളവർ, അത് ചിലപ്പോൾ ഫ്രണ്ട്സ് ആവാം, ഏറ്റവും ക്ലോസ് റിലേറ്റീവ്സ് ആയിരിക്കാം, അത് നമ്മൾ ക്ഷമിച്ച് ക്ഷമിച്ച് അങ്ങ് പോവുകയായിരിക്കും. റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണല്ലോ, ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ, ബന്ധം എന്തിനാണ് നമ്മൾ നശിപ്പിക്കുന്നത് എന്ന് ഓർത്ത് നമ്മൾ അവരെ ഏറ്റവും കൂടുതൽ നമ്മളോട് ചേർത്ത് നിർത്താൻ തോന്നും. പക്ഷേ നമ്മൾ എത്രത്തോളം അവരെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നോ അത്രത്തോളം ഇൻസൾട്ടുകളും അല്ലെങ്കിൽ നമ്മളെ കൊച്ചാക്കുന്ന തരത്തിലുള്ള നടപടികളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ അവർക്ക് സ്നേഹവും ബഹുമാനവും കൊടുക്കുമ്പോൾ അവർ ചിന്തിക്കുന്ന മറ്റൊരു രീതിയിലാണ്, ഈ വ്യക്തിയോട് എങ്ങനെ വേണേലും എനിക്ക് പെരുമാറാം, ഞാൻ എന്ത് ചെയ്താലും ഇവര് കേട്ടോളൂ എന്നുള്ളതാണ്. പക്ഷെ അവിടെ മുറിപ്പെടുന്ന നമ്മുടെ മനസ്സിന്റെ വേദന മനസ്സിലാക്കാനായിട്ട് ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ചേരാത്ത ഒരു റിലേഷൻഷിപ്പ്, അത് എത്ര അടുത്ത ബന്ധമായിക്കോട്ടെ, നമ്മളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന, നമുക്ക് വില തരാത്ത ഒരിടത്തും നമ്മൾ നിൽക്കാൻ പാടില്ല. അവിടെ നിന്ന് അന്തസ്സോടെ ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആത്മാഭിമാനം എന്ന് പറയുന്നത് നമുക്ക് എന്നും നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കും. ജീവിതത്തിൽ അതിർവരമ്പുകൾ വെക്കാൻ പഠിക്കുക. അതായത് മറ്റുള്ളവർ എന്ത് കരുതും എന്ന് കരുതി പലപ്പോഴും നമുക്കിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമ്മളെ തന്നെ കൊച്ചാക്കി കളയുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് യെസ് പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന വ്യക്തികളാണ് നമ്മളിൽ പലരും. അത് ചിലപ്പോൾ കുറച്ച് ഏജ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോലും അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും അടുത്ത ആളാണല്ലോ എന്ന് കരുതി ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിനും ഒക്കെ നമ്മൾ മടി വിചാരിക്കും. പക്ഷെ എപ്പോഴും ഓർക്കുക, ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ട, അതിർവരമ്പുകൾ വെക്കേണ്ടടുത്ത് വെക്കേണ്ടത് തന്നെ വേണം. അത് ഒരുപാട് തരത്തിലുള്ള അതിർവരമ്പുകളുണ്ട്. നമുക്ക് ഏതാണോ നമ്മളുടെ അതിർവരമ്പ് ലംഘിച്ചു വേറൊരാൾ ഏത് മേഖലയിലേക്കാണോ കടന്നു വരുന്നത് അവിടെ നോ പറയാനായിട്ട് നമ്മൾ പഠിക്കുക. ലൈഫിൽ അസേർട്ടീവ് ആവുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, നമുക്ക് പരമാവധി വേദന കൊടുക്കും, സ്വയം അങ്ങ് സഹിക്കുകയാണ് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ, അല്ലെങ്കിൽ അവർക്ക് സന്തോഷം വരട്ടെ, എന്റെ സ്നേഹം അവർ മനസ്സിലാക്കട്ടെ എന്നോർത്ത് സ്വയം നമ്മൾ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കും.
പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യാതൊരു പ്രയോജനം ഇതുകൊണ്ട് ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് നമ്മൾ അസേർട്ടീവായിട്ട് നമുക്ക് പറയാൻ ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്കതിൽ താല്പര്യമില്ല, ഞാൻ വരുന്നില്ല, എനിക്കത് ഇഷ്ടമല്ല എന്ന് അവരെ വേദനിപ്പിക്കാതെ പറയാനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെയുള്ള ഇഷ്ടം, അല്ലെങ്കിൽ നമ്മളോട് തന്നെയുള്ള ഒരു റെസ്പെക്ട് കൂട്ടാനായിട്ട് അത് സഹായിക്കും. ക്ഷമിക്കാൻ പഠിക്കുക. ജീവിതത്തില് നമുക്ക് ഒരുപാട് തരത്തിൽ നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളുടെ ഒരു കൂട്ടം കാണും. അല്ലെങ്കിൽ നമ്മൾ കടന്നു പോയിട്ടുള്ള ഒരുപാട് വിഷമകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് സമ്മാനിച്ച വ്യക്തികളുടെ ഓർമ്മകളൊക്കെ നമ്മളിൽ കാണും. ഒരിക്കലും അവരോട് ക്ഷമിക്കില്ല എന്ന് പറയുന്നതിന് പകരം എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ ആ വ്യക്തികളോട് ക്ഷമിക്കുന്നു എന്ന് പറയാൻ നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ടത് നമ്മുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. പലരും അഭിമാനത്തോടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ മരണം വരെ ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കില്ല എന്ന്. ആർക്ക് പോയി? കാരണം പലപ്പോഴും ഒരു വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ ആ ഒരു റീസൺമെന്റ്, അല്ലെങ്കിൽ ആ ഒരു നീരസം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കിടന്നിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. അഗ്നിപർവ്വതത്തിൽ നിന്ന് പുക വരുന്ന പോലെ എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ആ വ്യക്തിയോടായിരിക്കുകയല്ല, നമ്മളുടെ ജീവിത സാഹചര്യങ്ങളോട്, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളോടൊക്കെ ആയിരിക്കാം ആ വ്യക്തിയോടുള്ള ദേഷ്യം ചില സാഹചര്യങ്ങൾ നമ്മൾ കാണിക്കുന്നത്. അവര് പലപ്പോഴും നമ്മളെ കുറിച്ച് ചിന്തിക്കാനോ, അല്ലെങ്കിൽ നമ്മളുടെ വിഷമങ്ങൾ കേൾക്കാനോ, നമ്മുടെ മനസ്സ് വേദനിച്ചെന്നോ ഒന്നും ചിന്തിക്കുന്ന ഒരു വ്യക്തികളായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഏറ്റവും അധികം വിഷമം ഉണ്ടാക്കിയ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ വ്യക്തിയോട് മനസ്സിൽ തന്നെ നമ്മൾ പറയുക. ആ ചിന്താഗതി, ആ വ്യക്തിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്, എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി, എന്റെ ജീവിതത്തിന് വേണ്ടി, എന്റെ നന്മയ്ക്ക് വേണ്ടി, എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു എന്ന്. ഈ ഫോർഗീവ്നെസ് എന്ന് പറയുമ്പോൾ പൊതുവിൽ എല്ലാവർക്കും വളരെയധികം ഒരു സംശയമുള്ള ഒരു സാഹചര്യമുണ്ട്. അതായത് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ പൊതുവിൽ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ എന്നോട് മോശമായിട്ട് പെരുമാറിയ വ്യക്തിയുടെ അടുത്ത് എന്ന് എന്നോട് ക്ഷമിക്കണം, എന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുപറ്റി എന്ന് പറയുന്നതാണ് യഥാർത്ഥ ക്ഷമാപണം. ഒരിക്കലുമല്ല. ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിയോട് നമ്മൾ വീണ്ടും രമ്യതപ്പെട്ട് പോകണമെന്നൊരു അർത്ഥവുമില്ല. എന്തിനാണ് നമ്മൾ ഫൊർഗീവ് ചെയ്യുന്നത് എന്നതിന്റെ ക്ലിയർ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. നമ്മുടെ മനസ്സിന് സന്തോഷം തരാൻ വേണ്ടിയിട്ട് ക്ഷമിക്കാനായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നന്ദി പറയുക എന്നുള്ളത്. അത് വ്യക്തികളോടാവാം. ചെറിയ ചെറിയ സാഹചര്യങ്ങളിൽ ഒരു വ്യക്തി നമുക്കൊരു ഉപകാരം ചെയ്തതെങ്കിൽ അവിടെ ഒരു താങ്ക്സ് പറയുന്നതുകൊണ്ട് ഒരു നഷ്ടവും നമുക്കുണ്ടാവില്ല, പകരം ലാഭം മാത്രമേ ഉണ്ടാവൂ. ഒരു നല്ല വാക്ക് ഒരു മനുഷ്യന്, പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ആർക്കും ഒരാളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും നേരമില്ലാത്ത, അല്ലെങ്കിൽ അതിന് താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്. ഇങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു നന്മ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സഹായം ഒരു വ്യക്തി ചെയ്താൽ പോലും ആ വ്യക്തിയോട് നന്ദി എന്നുള്ളൊരു വാക്ക് നമ്മൾ പറയുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിന് കിട്ടുന്ന ആ ഒരു സന്തോഷം, ആ ഒരു പോസിറ്റീവ് വൈബ്രേഷനും എനർജിയും നമ്മളിലേക്കും കിട്ടും. അതോടൊപ്പം തന്നെ നമ്മളുടെ ഉള്ളിലും നെഗറ്റീവ് പരമാവധി കുറച്ച് പോസിറ്റീവ് കൊണ്ടുതരാനായിട്ടും അത് സഹായിക്കും.